ഹലോ, ഇത് ഞാൻ നാട്ടിൽ പോയി തിരിച്ച് സൗദിയിലെത്തിയിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. പുറത്തോട്ടൊക്കെ നോക്കിയാൽ തോന്നുന്നു നട്ടുച്ചയാണ്. ഉച്ചയൊന്നും അല്ല കേട്ടോ, അത് മോർണിംഗ് ആണ്. ഞാനൊരു കപ്പ് കോഫി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോഫി എടുക്കാനായി കിച്ചണിൽ കയറി. ആക്ച്വലി നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഉള്ള റൂമല്ല കേട്ടോ, തിരിച്ച് വന്നപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് റൂം ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. ഏകദേശം എല്ലാ ഭാഗവും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കിച്ചൺ മാത്രമേ ഇനി ബാക്കിയുണ്ട് കേട്ടോ. കിച്ചണിൽ സെറ്റ് ചെയ്താലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കിച്ചൺ ഇതുവരെ സെറ്റായിട്ടില്ല. പക്ഷേ അതുവരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു, അത് ബോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, നേന്ത്രപ്പഴം ഒട്ടും കറുത്തിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്നറിയാം, നമ്മൾ നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ചെറിയൊരു ടിപ്പ് ചെയ്തായിരുന്നു. ആ നേന്ത്രപ്പഴത്തിൻ്റെ ബാക്കിൽ സിൽവർ ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തായിരുന്നു. അതുകൊണ്ട് പഴത്തിന് ഒരു കുഴപ്പം പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ ബോയിൽ ചെയ്തപ്പോൾ അലിഞ്ഞു പോയതൊന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് പോയപ്പോൾ ഏറ്റവും മിസ് ചെയ്ത സാധനമായിരുന്നു കുബൂസ്. പിന്നെ അത് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചു. ഇത് കണ്ടോ, കിച്ചണൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുവാണ്. ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ ഇതൊന്ന് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് സമയം പുറത്തോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. പക്ഷേ അതൊക്കെ അധികം സമയം നിൽക്കില്ല, ഭയങ്കര ചൂടായതുകൊണ്ട്. അങ്ങനെ ഞാൻ കുളിക്കാൻ കുറച്ച് വെള്ളമൊക്കെ പിടിച്ചു വെച്ചു. അതുപോലെ നാട്ടിൽ നിന്ന് പോരുമ്പോൾ ഹെയർ ഒന്നും ഒട്ടും ഓയിൽ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓയിൽ ചെയ്ത് വെച്ചു. പിന്നെ ഇതാ നാട്ടിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ബീഫ് ഇനിയും ബാക്കിയാണ്. ബാക്കിയെന്ന് പറയാൻ പറ്റില്ല, അത് ലാസ്റ്റാണ്. കാരണം 2 days ആയിട്ട് ഇത് തന്നെയായിരുന്നു ചൂടാക്കി കഴിച്ചിരുന്നത്. ഇതിപ്പോൾ ലാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ലഞ്ചിനും കൂടെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കടയിറച്ചിയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചു കേട്ടോ. പിന്നെ ഇതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പിക്കിളൊക്കെ ഇല്ലേ, അപ്പോൾ അതും കൊണ്ട് ലഞ്ച് അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ചിപ്സും ഇതൊക്കെ അതുപോലെ കൊണ്ടുവന്ന് അതുപോലെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് വൈറ്റ് റൈസ് കിട്ടില്ല കേട്ടോ, ബിരിയാണിയാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ചൂടാക്കി വെച്ച നമ്മളെ ബീഫും ബിരിയാണിയും കൂടി ഇട്ടിട്ട് അങ്ങ് ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞു. പിന്നെ നല്ല സുഖമായിട്ട് നല്ല പോലെ ഒന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.